സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു സ്ത്രീ. ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. പുരുഷന്മാരല്ല സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു, അത് മറ്റൊരു സ്ത്രീ തന്നെയാണ്. ഒരുപക്ഷെ ഇത് എൻ്റെ തോന്നലുമാവാം. നിങ്ങൾക്കും ആ അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. ബഹിരാകാശം കീഴടക്കി ലോക ശ്രദ്ധയാർജിച്ച സുനിത വില്യംസ് കഴിഞ്ഞ ദിവസങ്ങളിലായി അവരുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ജനുവരി 22 മുതൽ 25 വരെ നടന്ന കേരള സാഹിത്യോത്സവത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. ഒരു സാധാരണക്കാരിയെ പോലെ കാറിൽ വന്നിറങ്ങിയ അവരെ അവരർഹിക്കുന്ന രീതിയിലൊരു സ്വീകരണം നൽകാൻ ഇവിടെ ഏതെങ്കിലും സ്ത്രീ സംഘടനകൾ ഉണ്ടായിരുന്നോ എന്നത് തന്നെ സംശയമാണ്. സ്ത്രീകളുടെ അഭിമാനം വാനോളം ഉയർത്തിയ സ്ത്രീരത്നമാണവർ. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് സ്വപ്നങ്ങളുടെ ആകാശം കീഴടക്കിയ ധീരവനിത. അവരുടെ വിരമിക്കലിനെക്കുറിച്ചോ അവരുടെ കേരള സന്ദർശനത്തെക്കുറിച്ചോ അറിയപ്പെടുന്നവരായ സ്ത്രീ ശാക്തീകരണവാദികളുടെ ആരുടെയും പേജുകളിൽ ഇതിനെക്കുറിച്ചൊന്നും എഴുതി കണ്ടതുമില്ല. അതേസമയം പ്രമുഖ സിനിമാ താരം ബൈക്ക് റൈഡ് നടത്തിയതിനെ പ്രശംസിച്ചും വാഴ്ത്തിയുമൊക്കെ പലയിടങ്ങളിൽ കാണുകയും ചെയ്തു. അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്. കേരളത്തിലെ വനിതകൾ ഒരു സൈക്കിൾ നിരത്തിലിറക്കാൻ മടിച്ചു നിന്നിരുന്ന കാലത്ത് ആലപ്പുഴ പട്ടണത്തിലൂടെ ബുള്ളറ്റ് ഓടിച്ചിരുന്ന ഒരു വനിത ഇവിടെ ഉണ്ടായിരുന്നു. അതും സ്ത്രീകൾ പുറത്തിറങ്ങാൻ പോലും മടിച്ചു നിന്നിരുന്ന 1930 കാലഘട്ടത്തിൽ. KR നാരായണി എന്നു പേരുള്ള വനിത. പിൽക്കാലത്ത് ബുള്ളറ്റ് നാരായണി എന്ന് അവരറിയപ്പെടുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിതയായിരുന്ന സാക്ഷാൽ KR ഗൗരിയമ്മയുടെ സഹോദരിയായിരുന്നു KR നാരായണി. 4 വർഷം കഴിഞ്ഞാൽ ആ ബുള്ളറ്റ് ഓടിക്കലിന് ഒരു നൂറ്റാണ്ട് തികയും. അത് ചരിത്രം. എന്നിട്ടും 100 വർഷങ്ങൾക്കിപ്പുറം ഒരു സിനിമാ താരം ബൈക്ക് ഓടിച്ചതിന് പിന്നാലെയാണ് ഇവിടെ പലരും. നമുക്കെന്ത് സുനിത വില്യംസ് അല്ലേ? സ്വപ്നങ്ങൾ കീഴടക്കിയ മനുഷ്യരെയാണ് സ്വപ്നം കാണുന്നവർ മാതൃകയാക്കേണ്ടത്. കാരണം സ്വപ്നങ്ങൾ എല്ലാവരുടെയും മുന്നിൽ അടിയറവ് പറയാറില്ല. അവരെ മറന്നുകൊണ്ടൊരു ശാക്തീകരണവും നമുക്കില്ല, അത് സ്ത്രീയായാലും പുരുഷനായാലും. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരാം. ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. ചെറിയ ചുവടുകളിൽ വലിയ വിജയം.